ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മെഹ്നു ചാനൽ. അപ്പൊ ഗൈസ്, നമ്മള് ഇന്ന് വന്നേക്കുന്നത് ഹോം ടൂർ വീഡിയോ ആണ് ഗൈസ്. ഇന്ന് നമ്മള് കാണിക്കാൻ പോണത് നമ്മളെ വീട് നമ്മള് ചേഞ്ച് ആക്കി ഫുള്ള് സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട്. അതായത് മൊത്തത്തിൽ കളറും എല്ലാം ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതിന് ശേഷമുള്ള ഹോം ടൂർ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ നമ്മൾ ഈ വീഡിയോയിലൂടെ വേറൊരു കാര്യം കൂടെ പറയാൻ പോവുകയാണ്. എന്താന്ന് വെച്ചാല്, ഞങ്ങളുടെ ഈ വീട് ഞങ്ങൾ മാറ്റി, നമ്മൾ എന്താ പറയുക, വീട് മാറാനുള്ള ഒരു പ്ലാനിങ് ഉണ്ട്. അതായത് കുറച്ചും കൂടെ ചെറിയൊരു വീട്, കുറച്ച് ഭംഗിയായിട്ടുള്ളൊരു വീട് കെട്ടാനുള്ളൊരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ വീട് കാണാം. പുതിയ പെയിന്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് പേർക്ക്. പിന്നെ അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ വീടിൻ്റെ കളറ് മുന്നേ നിങ്ങൾ കണ്ട ആ ഒരു കളറല്ല ഇപ്പം. കാരണം ഓടൊക്കെ ഫുൾ വൈറ്റ് കളറാക്കി വീട്. അതേപോലെ തന്നെ ഓടിൻ്റെ കളറ് ചുവപ്പാക്കി. മുന്നേ ബ്ലൂ കളറായിരുന്നു. അപ്പം നമ്മൾ പോകാൻ പോകുന്ന നേരത്തേക്ക് പോകുന്നതിന് സ്റ്റാർട്ടിങ് എന്താ കാണിച്ചു കൊടുക്കുന്നത്? ഇനി ഇതൊരു വരാന്തയാണ്. വരാന്ത അങ്ങോളുണ്ട്. വരാന്ത ഫുള്ളുണ്ട്, നല്ലോണം അപ്പുറത്തേക്കും വരാന്തയുണ്ട്. അങ്ങോളുണ്ട് വരാന്ത. അതെ. ഇത് കുഞ്ഞിയുടെ തൊട്ടില്. ഇനിയിപ്പോ നമുക്ക് നേരെ നമ്മുടെ വീടിന്റെ ഹാളിലേക്ക് കയറാം. ഡൈനിങ് ഹാൾ. ഇതാണ് നമ്മുടെ വീടിന്റെ ഡൈനിങ് ഹാള് വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരു ബാത്റൂം വരുന്നത്. പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. നിസ്കാര റൂമാണ്. ഇവിടെ കർട്ടനൊക്കെ ഉണ്ടായിരുന്നു, അത് അയച്ചിപ്പം. ഇത് ഉപ്പാൻ്റെ ഉമ്മാൻ്റെ റൂം. ഇതാണ് ഉപ്പാൻ്റെ ഉമ്മാൻ്റെ റൂം. ഒരു ബെഡ്റൂം. ആൻഡ് ഓൾസോ ഫുള്ള് കളർ മൊത്തം മാറ്റി. കണ്ട, നല്ല സുന്ദര കുട്ടപ്പന. ഇത് കിച്ചൺ വരുന്നത്. കിച്ചണിലേക്ക് നമുക്ക് പോവാം. അതിൽപ്പെട്ടതാ ബാത്റൂം. അറ്റാച്ച്മെന്റ് ബാത്റൂം അല്ല, ഇത് കുറെ മുന്നേ കെട്ടിയത് കൊണ്ട് ഇങ്ങനെയാണ് വീട് കെട്ടിയേക്കുന്നത്. നമ്മളിനി പുതിയ വീട് സെറ്റപ്പ് ആയിട്ട് കെട്ടാൻ ചെറിയൊരു വീട്, ഇത്ര വലിയ വീട്. ഇത് എൻ്റെ റൂമാണ് ഗൈസ്. എൻ്റെ റൂം ആയതുകൊണ്ട് അത്ര വലിയ ഇതുണ്ടാവില്ല, എങ്കിലും ഇതാണ് എൻ്റെ റൂം വരുന്നത്. പിന്നെ അതേപോലെ തന്നെ തട്ടും കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഓരോ സാധനങ്ങൾ, പഴയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം. കിച്ചണും ഉമ്മാൻ്റെ സ്വത്താണത്. ഉമ്മ കിച്ചണിൽ നിന്ന് ഇറങ്ങില്ല പുറത്തേക്ക്. എപ്പോഴും എടുത്ത് തന്നെ എന്തെങ്കിലും ഉണ്ടാവും, പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതാണ് കിച്ചൺ വരുന്നത്. പിന്നെ അവിടെ ഒരു സ്റ്റോർ റൂം ഉണ്ട്, കുറേ പാത്രങ്ങളും സാധനങ്ങളൊക്കെ ആയിട്ട്. പിന്നെ വരുന്നത് ഇവിടെ നമ്മൾ വാഷിംഗ് മെഷീൻ അലക്കണ ഇതൊക്കെ. പിന്നെ അതേ നമ്മൾ പുറത്ത് ബാക്ക് സൈഡാണ് ഇത് വരുന്നത്. കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ തേങ്ങ, അടക്ക, കുരുമുളക്, തക്കാളി, ഉള്ളി, പച്ചമുളക്, ഏറ്റവും സെറ്റ് സാധനങ്ങൾ ഇവർ കൃഷി ചെയ്യും. മാക്സിമം അധികവും ഇവിടുന്ന് തന്നെ കൃഷി ചെയ്തിട്ട് ഉണ്ടാക്കലാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ അതേപോലെ തന്നെ 2 റൂമുണ്ട്. മുകളിലേക്ക് പോവാം. നമുക്ക് മുകളിൽ ജസ്റ്റ് റൂമുകൾ കാണാം. ഇപ്പോൾ ഉമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഞാനും അധികം ഉണ്ടാകുന്നത് കുറവാണ്. അതുകൊണ്ട് ഇവർക്ക് ഈ വലിയ വീട് മാനേജ് ചെയ്യാൻ പറ്റില്ല. അടക്കം ഉണക്കാട്ടേക്കാണ്. പിന്നെ അതേപോലെ തന്നെ ഇതാണ് വേറെ റൂം. ബാത്റൂം അതാണ് കേട്ടോ, വേറെ റൂം. ഇത് എൻ്റെ ബ്രദറെ റൂം. പിന്നെ ഇതും അതേപോലെ തന്നെ വേറെ റൂമുണ്ട്. ഇതെൻ്റെ പെങ്ങളെ റൂം. അപ്പോൾ പിന്നെ വരുന്ന നമ്മുടെ ബാൽക്കണി, മുകളിലുള്ള ബാൽക്കണി. ഇത് മുകളിലുള്ള ബാൽക്കണി. പിന്നെ അതേപോലെ തന്നെ റംബൂട്ടൻ്റെ സീസൺ വന്നതിൻ്റെ പൊന്നോ, നിങ്ങൾ എൻ്റെ കഴിഞ്ഞ വ്ളോഗിൽ കണ്ടവരൊക്കെ ഉണ്ടാവും. ഇഷ്ടംപോലെ റംബൂട്ടൻ ഇങ്ങനെ നിറഞ്ഞത്. ഇവിടെ ഫുള്ള് റംബൂട്ടനായിരിക്കും. അതുപോലെ തന്നെ ഇതൊക്കെ കാറിൻ്റെ ഓരോ മോഡിഫൈ അങ്ങനെ ഇങ്ങനെ ഭ്രാന്തായിട്ടുള്ള സെറ്റിങ്സ്. പിന്നെ അതേപോലെ തന്നെ അപ്പുറത്ത് തന്നെ വർക്ക്ഷോപ്പ് ഉണ്ട്. മോഡിഫൈ ചെയ്യാനുള്ള വണ്ടികൾ ഫുള്ള് പഴയ വണ്ടികൾ മോഡിഫൈ ചെയ്യുന്ന ഒരു പുതിയ വർക്ക്ഷോപ്പാണ്. പിന്നെന്താ പറയുക,
ഇതാണ് നമ്മുടെ വീട് അല്ലേ മാ? നല്ല സൗകര്യമുള്ള വീടാണ്. പക്ഷെ കുറച്ച് വലുതായിപ്പോ അല്ലേ? റൂമാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഇപ്പൊ റൂം ഉണ്ട്, നല്ല വലിപ്പമാണ്, അത്യാവശ്യത്തിന് നല്ല സ്പേസ് ഉണ്ട്, നല്ല നല്ല സൗകര്യമുള്ള ഒരു റൂം, വലിയ റൂമാണ്. സോ ഇതൊക്കെ ഉമ്മാക്ക് ഒറ്റക്ക് ഇപ്പോഴും ഉമ്മ ക്ലീനാക്കി പാവം നോക്കിയ അസുഖം വരെ പിടിച്ചു ഉമ്മ ഒറ്റക്ക്. കാരണം ക്ലീനാക്കാണ്ട് നിൽക്കാൻ പറ്റൂലല്ലോ. അപ്പൊ എന്നാലും ഇവിടെ ആരും താമസമില്ലെങ്കിൽ ഉമ്മ ക്ലീനാക്കിക്കൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ വീട്. പിന്നെ നമ്മൾ ഈ വീട് ഇപ്പം സെയിലിന് വെച്ചേക്കാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മാക്കും ഉപ്പാക്കും ഒരാഗ്രഹം, ഒരു വീട്, ചെറിയൊരു നല്ല അടിപൊളിയായിട്ടുള്ള വീട് വേറെ കെട്ടിയ വീട് എടുക്കാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. അതുകൊണ്ട് ഈ വീട് നമ്മൾ സെയിൽ ചെയ്യാൻ പോവാണ്. വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എപ്പോഴെങ്കിലും ഭാവിയിൽ നമ്മുടെ വീട് കാണാൻ ആഗ്രഹം ഉണ്ടായതുകൊണ്ട് ഇപ്പം ഒരു വീഡിയോ ഹോം ടൂർ ആയിട്ട് ഞാൻ ചെയ്ത് ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് തന്നെ ഇനി ചില സമയം വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഓർക്കാലോ, ഈ വീടൊക്കെ കാണാലോ. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഹോം ടൂർ എടുത്ത് വെച്ച് ഇൻഷാ അല്ലാഹ് എവിടെയാണ് വീട് എടുക്കുക ഒന്നും അറിയില്ല. എന്താ ഉമ്മാക്ക് വല്ല പ്ലാൻ ഉണ്ടമ്മ, സ്ഥലം എവിടെ മാറും എന്നുള്ളത്? അതല്ലേ, ഇൻഷാ അല്ലാഹ്. അപ്പം നമ്മള് ഇന്നത്തെ ഡേ നമ്മളെ ഹോം ടൂർ ആണ്. ഉമ്മാവും ഞാനും കുറെ റീലൊക്കെ എടുത്തിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിലുണ്ട്. കാണാത്തവര് പോയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോയി കാണുന്നുണ്ടാവും. അമ്പോ ഡോറച്ചില്ലല്ലേ? അപ്പൊ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണണം. ഇനിയും നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ ഞാൻ ഷോർട്സ് വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട് ഈ വീടിനെ പറ്റിയിട്ട്. വീട് സെയിൽ ചെയ്യുന്നതിൻ്റെ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്, എത്ര സെൻറ്റ് സ്ഥലമുണ്ട്, അതേപോലെ തന്നെ അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും മാക്സിമം വീട് എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. പള്ളിയുണ്ട്, മദ്രസ ഉണ്ട്, സ്കൂളുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ തൊട്ട് മുന്നിൽ ബസ് സ്റ്റോപ്പ് ഉണ്ട്. അതേപോലെ തന്നെ ടൗണിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു 3-3.5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ടൗൺ ഉണ്ട്, നീലേശ്വരം ടൗണ്. എല്ലാ ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. ബസ് വണ്ടിയൊക്കെ കിട്ടും. നല്ല പാർക്കിംഗ് സൗകര്യങ്ങളും ഉണ്ട്. നമ്മുടെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ വരല്ലോ നമ്മൾ ഈ വീട് കൊടുക്കാൻ പോകല്ലേ? അതെങ്ങനെ ഡീറ്റെയിൽസ്? ഒരു 20 തെങ്ങുണ്ട്, നല്ല കൈഫലമുള്ള തെങ്ങ്. പിന്നെ ഒരു 10-60 കഴുങ്ങുണ്ട്. അതിൽ 10-20 എണ്ണം പിടിക്കുന്ന കഴുങ്ങ്. റംബൂട്ടാൻ, സപ്പോട്ട, അതുപോലെയുള്ള കുരുമുളക്. 100 മീറ്റർ ചുറ്റളവിൽ തന്നെ സ്കൂള്, മദ്രസ, പള്ളി, ഹെൽത്ത് സെൻറ്റർ, KSEB ഓഫീസ് എല്ലാം 100 മീറ്റർ അകത്ത് തന്നെ ഉള്ളത്. ആവശ്യക്കാരുണ്ടെങ്കിൽ ഏറ്റവും നല്ല അനുയോജ്യമായ സ്ഥലം. ആര് കണ്ടാലും എടുക്കും. വീട് നോക്കിയാൽ എടുക്കാൻ തോന്നുന്ന വീട്. കാരണം വലിയ വീട്, 3200 സ്ക്വയർ ഫീറ്റ്, നല്ല സൗകര്യമുള്ള എല്ലാ വലിയ റൂമുകൾ. ഞങ്ങൾ 2 പേരേ ഇവിടെയുള്ളൂ, മക്കളെല്ലാം പുറത്താണ്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും ഇത് മെയിൻ്റെനൻസ് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, ഇത്രയും വലിയ വീടായതുകൊണ്ട്. അതുകൊണ്ട് കൊടുത്ത് ചെറിയ വീട്ടിലേക്ക് മാറാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ ഉപ്പ ഏകദേശം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, വീടിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ ഉമ്മ ഇവിടെ ഇതാ ഇവരെ സമ്പാദ്യമാണ് ഇതൊക്കെ അല്ലേ? അതൊന്ന് പറഞ്ഞു കൊടുത്തേ. മൂത്തെന്താ നിങ്ങൾ ഇത്രയും നേരം വ്ലോഗ് എടുത്തിട്ട് ക്ഷീണിച്ചോ? കുരുമുളകില്ലേ, ഇതുവരെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ടാ ഒന്നും. പിന്നെ തേങ്ങ പൈസ കൊടുത്ത് വാങ്ങിയിട്ടാ എല്ലാം. നമുക്ക് മാഷാ അല്ലാഹ് എല്ലാം നമുക്ക് കഴിച്ചിട്ട് ബാക്കി വിൽക്കുകയും ചെയ്യലുണ്ട്. കുരുമുളകും അതുപോലെ തേങ്ങയൊക്കെ നമ്മള് ഇവിടുന്ന് വിൽക്കാറുണ്ട്. അത്യാവശ്യം എല്ലായിടത്തും നല്ല തേങ്ങയും കൃഷിയൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. നമുക്കിപ്പോ പറ്റുന്നില്ല. ചെറിയൊരു 10 സെന്റ് സ്ഥലം എടുത്തിട്ട് അങ്ങനെ പോവാന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം ഇങ്ങനെ നമുക്ക് തന്നെ. പിന്നെ പണിക്കാരൊന്നും നമുക്ക് കൂട്ടലില്ല, അമ്മ തന്നെ ചെയ്യില്ലാന്നല്ല. ഇപ്പൊ ശരീരത്തിന് അത്ര ഒരു ഇത് കാണുന്നില്ല. അപ്പൊ നമ്മ 2 പേരും തന്നെ എല്ലാ തടം എടുക്കലും അതുപോലെ എല്ലാം ചെയ്യല് ഇപ്പൊ പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഒന്ന് കൊടുത്തിട്ട് വേറെ എടുക്കണമെന്നില്ല ആഗ്രഹമുണ്ട്. നല്ല സ്ഥലത്ത് നല്ല ആൾക്കാരുടെ ഇടയിൽ നമ്മളെ വിട്ട്. അമ്മ ഇതുവരെ ആർക്കും ഒരു ചോറ നമ്മ ആക്കിയിട്ടില്ല. നമ്മളെ കൊണ്ട് ഒരാൾക്കും ഒരു ദോഷം ഉണ്ടായിട്ടില്ല.
അതുപോലെ തന്നെ ഇനി നമുക്ക് ഉദ്ദേശിച്ച സ്ഥലത്തും അതുപോലെ നല്ല റായത്തിൽ തന്നെ നല്ല ബർക്കത്ത് റഹ്മത്തും ഐശ്വര്യവും നല്ലൊരു ഉള്ള സ്ഥലം നമുക്ക് എത്തിച്ചേർത്ത്. ആമീൻ ആമീൻ റബ്ബൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യും. നമുക്ക് നമ്മളെ അറിയുന്നവരെന്നല്ല എല്ലാവരും, നമ്മളെല്ലാ പ്രയാസവും വിഷമം എല്ലാം അറിയുന്നവരെന്നെ എല്ലാവരും നമുക്ക് വേണ്ട നന്മയുള്ള ദുആ ചെയ്യും ഇൻഷാല്ലാ. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ പറഞ്ഞ ആ ഒരു കവുങ്ങ്, ആ തെങ്ങ് ഒക്കെ ഇവിടെ ഇതൊക്കെ കവുങ്ങാണ്. നമ്മളെ മെയിൻ ഗേറ്റിന്റെ അടുത്ത് ഈ ഒരു സൈഡ് മൊത്തം കൃഷികളാണ്. കൃഷി വെച്ചാൽ ഇവിടെ തെങ്ങും കവുങ്ങും, പിന്നെ അതേപോലെ തന്നെ ഈ സൈഡ് തെങ്ങും കവുങ്ങും, അതേപോലെ തന്നെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. വാഴയുണ്ട്. അപ്പുറത്തും ഈ കൃഷിയൊക്കെ ഈ തക്കാളി, ഉള്ളി, കുരുമുളക് അതൊക്കെ ബാക്ക് സൈഡാണുള്ളത്. ഫ്രണ്ട് സൈഡ് ഇങ്ങനെ കുറച്ച് ചെടികളും ഇതൊക്കെ ഇവരെ ഒരു ക്രേസാണ്. അപ്പൊ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്. പാർക്കിംഗ് സൗകര്യം ഇതെല്ലാം ഇപ്പൊ ഇല്ലേ, ഇപ്പം ഇപ്പം ഭൂമി അങ്ങനെ വെറുതെ കളയണ്ട, ഇങ്ങനെ ഇതെല്ലാം നടുന്നു. ഇനിയിപ്പോ ഇൻഷാല്ലാ എടുക്കുന്നവർക്ക് ഇതെല്ലാം അങ്ങോളം തട്ടിക്കഴിഞ്ഞാൽ ഇത് വലിയൊരു നല്ല പാർക്കും കാര്യം എല്ലാം ആക്കാൻ പറ്റും. ഇങ്ങോട്ട് വീഡിയോ അങ്ങനെ ഇതെല്ലാം കളഞ്ഞിട്ട് അവർക്ക് വേണ്ടെങ്കിൽ എല്ലാം ചെയ്യാൻ പറ്റും. നമ്മ പിന്നെ ഭൂമി വെറുതെ കളയണ്ടല്ലോ, വാഴ എന്തെങ്കിലും ഇരിക്കട്ടെ. ഇപ്പം ഇത് നട്ടിട്ടുണ്ട് വൈനിങ്ങ, ചെറിയ കുഞ്ഞ് ഇതാ ഇന്ന് നട്ടത് വൈനിങ്ങ തൈ ഇന്ന് നട്ടതേ ഇല്ലു. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നമ്മളെ ഹോം ടൂർ വീഡിയോ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടു. അതോടെ നമ്മൾ ഇതിൽ വീടിനെ പറ്റിയുള്ള അവസ്ഥയും ഈ ഒരു വീട് നമ്മൾ സെയിൽ ചെയ്യാൻ പോകുന്നുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് നമ്മൾ തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ ഒരു ഷോർട്സ് വീഡിയോ ആക്കിയിട്ടുണ്ട്. ആ വീഡിയോ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിച്ച് ആ വീട് പെട്ടെന്ന് സെയിലാക്കി. ഉമ്മാക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല ആണെങ്കിൽ എന്തെങ്കിലും പണിയെടുത്തുകൊണ്ടിരിക്കണോ? ഇത്രയും വലിയ വീട്ടിൽ ഒരേ അടിച്ചിടിച്ച് വൃത്തി അസുഖം പിടിച്ച് എന്തൊക്കെയോ ആയി. സോ ചെറിയൊരു വീടാകുമ്പോൾ അത്ര പണി ഉണ്ടാവില്ല, കുറച്ച് റെസ്റ്റെങ്കിലും കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. പറഞ്ഞാലും കേൾക്കുന്നില്ല. ആ റെസ്റ്റ് എടുക്കുക പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്താക്കാൻ. സോ നമ്മൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് മാറിയിട്ട് ഉമ്മാൻ്റെ ഹെൽത്ത് ഒന്ന് റെഡി ആക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇൻഷാ അല്ലാ. അപ്പം നമ്മളെ സബ്സ്ക്രൈബറിന് താറ്റ കൊടുത്തമ്മ. അസ്സലാമു അലൈക്കും.